100 വർഷം സുജൂദിൽ കിടന്ന ആളെ നരകത്തിൽ പോടാ. ഹദീസുകൾ പറയുന്ന സംഭവമാണ്. അങ്ങനെ നരകത്തിലേക്ക് പോകുമ്പോഴാണ് ആ ആബിദ് പറഞ്ഞത്, അല്ലാഹുവേ യാ റബ്ബി യാ റബ്ബ്, അല്ലാഹുവേ എനിക്ക് തെറ്റുപറ്റി അല്ലാഹ്, എന്റെ ആരാധന കൊണ്ട് എന്റെ അമല് കൊണ്ട് ഞാൻ സ്വർഗത്തിൽ കിടക്കൂല. ഞാൻ സ്വർഗത്തിൽ കിടക്കുന്നുവെങ്കിൽ അത് നിന്റെ റഹ്മത്ത് കൊണ്ടാണ്. അല്ലാഹു തിരിച്ചു വിളിച്ചു. അവന് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് സ്വർഗത്തിൽ കിടക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അള്ളാഹു അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അമല് കൊണ്ട് കുറെ തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ പള്ളിയിൽ ഈത്തികാഫിരുന്നിട്ടോ സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനസ്സിലാക്കാനും പഠിക്കാനും 2 ഉദാഹരണങ്ങൾ പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് എന്റെ ചെറുപ്പക്കാർക്ക് അള്ളാഹു നൽകാൻ പോകുന്ന ഓഫറുകൾ എന്തൊക്കെയാണ്. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഘടനയുണ്ടെങ്കിൽ അത് KMCC ആണ്. കേരളക്കരയിൽ KMCC ചെയ്യുന്ന പ്രവർത്തനം ലോകത്തൊരു ശക്തി പോലും ചെയ്യുന്നില്ല എന്ന് ഉറക്കെ പറയാൻ ആർക്കും സാധിക്കും. അത്രത്തോളം പ്രവർത്തനമാണ് KMCCയുടെ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. GCC രാഷ്ട്രങ്ങളിൽ പോയാൽ ഓരോ രാഷ്ട്രങ്ങളിലുമുണ്ട് KMCC. അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ മറക്കാൻ സാധിക്കും ഞങ്ങൾക്ക്? ഇന്ന് നമ്മുടെ കേരളക്കരയിലുള്ള ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലേക്കും KMCCയുടെ പ്രവർത്തകരുടെ കൈകളിൽ നിന്ന് വരാത്ത സമ്പാദ്യങ്ങളുണ്ടോ? ഇന്ന് നടക്കുന്ന വീടുകൾ, കേരളത്തിൽ നടക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത്? KMCCയുടെ പ്രവർത്തകരല്ലേ? അല്ലേ? നിഷേധിക്കാൻ പറ്റുമോ നമ്മൾക്ക്? അല്ലാഹു അവർക്ക് സ്വർഗം നൽകട്ടെ. അല്ലാഹു അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ. ഉംറക്ക് പോയപ്പോൾ അവിടെയുമുണ്ട് KMCCയുടെ പ്രവർത്തകർ. അവരെന്താ ചെയ്തതെന്നറിയോ? അന്നാട്ടിലുള്ള പ്രവാസികളായ ആളുകളെ സഹായിക്കാൻ ഞാൻ പറഞ്ഞു. നാട്ടിലുള്ള ആളുകളെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പ്രവാസ ലോകത്ത് വർഷങ്ങളായി ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട്. സ്വന്തമായിട്ട് വീടെടുത്തിട്ടില്ല. 1500 ദിർഹമിന്, 1500 റിയാലിന്, 1000 റിയാലിന് ഗൾഫിലും ദുബായിലും ഖത്തറിലും കുവൈറ്റിലും പോയി കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് ചെറുപ്പക്കാരുണ്ട്. അവരെ കണ്ടുപിടിച്ച് അവർക്ക് വീട് വെക്കാനും അവരുടെ ജീവിതത്തിന് ആവശ്യമുള്ള ചെലവുകൾ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ KMCCയുടെ മക്കയിലുള്ള KMCC പ്രവർത്തകർ പറഞ്ഞത് അത് തന്നെയാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബുദാബിയിൽ പോയപ്പോ അവിടെയുണ്ട് കാസർഗോഡ് മണ്ഡലം KMCCയുടെ പ്രവർത്തകർ. അവർ ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലുള്ള പാവങ്ങളായ ഉസ്താദുമാർ ആരാണെന്ന് ആദ്യം റേഞ്ചിന്റെ ജംഇയ്യത്തുൽ മുഅല്ലിമീനോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ആരാണ് പാവപ്പെട്ട ഉസ്താദുമാർ? വളരെ രഹസ്യമായി, പെരുമ്പറമുട്ടരുത്, കൊട്ടിഘോഷിക്കരുത്, നാട്ടുകാരോട് പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകൾക്കിടയിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരാളെയും സഹായിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഈ നാട്ടിലുള്ള പാവങ്ങളായ മുഅല്ലിമീങ്ങൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. ഒരു ലിസ്റ്റ് വന്നപ്പോ 100 എത്രയോ മുഅല്ലിമീങ്ങളുണ്ട്. അവർക്ക് ഓട്ടോറിക്ഷ വാങ്ങിക്കാനുള്ള തുക, ഓരോ മുഅല്ലിമീങ്ങൾക്കും ഓട്ടോറിക്ഷ വാങ്ങിക്കാനുള്ള തുക ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സെക്രട്ടറി പ്രസിഡന്റിന്റെ കയ്യിലേൽപ്പിച്ചു. നിങ്ങൾ രഹസ്യമായി ഏൽപ്പിക്കണം. അവർക്ക് ഓട്ടോറിക്ഷ വാങ്ങേണ്ടവർക്ക് വാങ്ങി ഓട്ടിക്കാം, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടെങ്കിൽ ചെലവഴിക്കാം. പക്ഷേ ഒരു മനുഷ്യന് വരുമാനമുണ്ടാക്കാനുള്ള മാർഗം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പറഞ്ഞാൽ തീരാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ KMCCയുടെ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കല്ലേറുണ്ടാകും, കല്ലേറ് വരും. അത് മാങ്ങയുള്ള മരത്തിലേക്ക് ആളുകൾ കല്ലെറിയുള്ളൂ. ഒന്നും ചെയ്യാതെ, ഒന്നും പ്രവർത്തിക്കാതിരുന്നാൽ ആരും കല്ലെറിയൂല. എത്ര മൂച്ചുകളുണ്ട് ഇവിടെ, എത്ര മാവുകളുണ്ട് ഇവിടെ. ആരെങ്കിലും കല്ലെറിയാറുണ്ടോ? കാരണം അതിൽ മാമ്പഴമില്ല. ഫലങ്ങൾ നൽകുന്ന മരങ്ങളിലേക്ക് ആളുകൾ കല്ലെറിയൂ. അതുകൊണ്ട് കല്ലേറുകൾ കൊണ്ട് നിർത്തേണ്ടതല്ല നമ്മുടെ പ്രവർത്തനം. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് ഇനിയും നമ്മുടെ പ്രവർത്തനം തുടരണം. അതിന് ഹിന്ദുവില്ല, മുസ്ലിമില്ല, എല്ലാ ആളുകൾക്കും സമാന്തരമായി നൽകുന്ന ഒരു സഹായം അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ജോലി വിയർപ്പ് നീരാക്കി ജോലി ചെയ്യുന്നതിനിടയിലും നമ്മുടെ സമ്പാദ്യം കൊണ്ട് പാവങ്ങളെ സംരക്ഷിക്കാനും അവർക്ക് വസ്ത്രം നൽകാനും അവരെ സഹായിക്കാനും അധ്വാനിക്കുന്ന നമ്മുടെ പ്രവർത്തകരെ അല്ലാഹുവേ സ്വർഗമല്ലാതെ വേറെ ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അല്ലാഹ് സ്വർഗം നൽകണമേ അല്ലാ. അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അമല് കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് കരുതേണ്ട എന്റെ സഹോദര. അമല് കൊണ്ടങ്ങനെ സ്വർഗം കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ എളുപ്പത്തിലുള്ള 2 കഥകൾ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്.
ഒന്ന് ആബിദത്തായ അള്ളാഹുവിനെ പേടിക്കുന്ന നിസ്കരിക്കുന്ന നോമ്പുകാരിയായ ഒരു പെണ്ണിന്റെ കഥ പറഞ്ഞു തരുന്നുണ്ടല്ലോ. എന്തിനാണ് ആ കഥകൾ പറഞ്ഞു തന്നത്? എന്തിനാണ് ആ കഥകൾ പറഞ്ഞു തന്നത്?